ഇന്ത്യൻ സിനിമാ നടന്മാരിൽ ഏറ്റവും പണക്കാരനായിട്ടുള്ള നടൻ ആരാണെന്നറിയാമോ? മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള 10 നടന്മാരെ പറ്റിയും അവരുടെ കാർ കളക്ഷൻ, അവരുടെ വീടുകൾ എന്നിവയെ പറ്റിയാണ്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള സിനിമാ നടൻ ആരാണെന്നറിയുന്നതിന് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കാണുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എനിക്കൊരു കുഞ്ഞു റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. ഇന്ന് എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏറ്റവും സമ്പന്നരായിട്ടുള്ള ഇന്ത്യൻ സിനിമാ നടന്മാരിൽ 10ാം സ്ഥാനത്തുള്ള നടനാണ് സെയ്ഫ് അലി ഖാൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യം പറയുന്ന നടനാണ് സെയ്ഫ് അലി ഖാൻ. പട്ടൗഡിയിലെ നവാബ് എന്നറിയപ്പെടുന്ന സെയ്ഫ് അലി ഖാന്റെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 1200 മുതൽ 1300 കോടി രൂപ വരെയാണ്. പ്രതിവർഷം 30 കോടി രൂപയോളം പ്രതിഫലമായി വാങ്ങുന്ന സെയ്ഫ് അലി ഖാൻ ഒരു സിനിമയ്ക്ക് 10 മുതൽ 15 കോടി രൂപ വരെയാണ് പ്രതിഫലം വാങ്ങുന്നത്. കൂടാതെ ബ്രാൻഡ് പ്രൊമോഷനുകളിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ വരുമാനം 1 മുതൽ 5 കോടി രൂപ വരെയാണ്. 1993 പരമ്പര എന്ന ചിത്രത്തിലൂടെ സെയ്ഫ് അലി ഖാൻ തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചു. 30-ൽ പരം വർഷങ്ങൾ നീണ്ട കരിയറിൽ ഓംകാര, റേസ് ടു, തഷാൻ, ദിൽ ചാഹത്താ ഹേ, കുർബാൻ തുടങ്ങിയ ബ്ലോക്ക് ബസ്റ്റർ സിനിമകളിൽ അദ്ദേഹം അവിസ്മരണീയമായ പ്രകടനങ്ങൾ നടത്തി. ബോളിവുഡ് നടി കരീന കപൂറിനെയാണ് താരം വിവാഹം കഴിച്ചത്. സെയ്ഫ് അലി ഖാന് നിരവധി ആഡംബര കാറുകളുണ്ട്. 1.71 കോടി രൂപ വിലമതിക്കുന്ന മേഴ്സിഡസ് ബെൻസ് എസ് ക്ലാസ് S350D, 93.55 ലക്ഷം മുതൽ 2.30 കോടി രൂപ വരെ വിലമതിക്കുന്ന ലാൻഡ് റോവർ ഡിഫൻഡർ 110, 85 ലക്ഷം മുതൽ 95 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ഓഡി Q7, 62.64 ലക്ഷം മുതൽ 66.64 ലക്ഷം വരെ വിലമതിക്കുന്ന ജീപ്പ് റാംഗ്ലർ തുടങ്ങിയവയാണ് താരത്തിന്റെ പ്രധാന ആഡംബര വാഹനങ്ങൾ. കൂടാതെ നിരവധി ആഡംബര വീടുകളും സെയ്ഫ് അലി ഖാന് സ്വന്തമായുണ്ട്. സെയ്ഫ് അലി ഖാന്റെ എന്നല്ല, ഇന്ത്യൻ സിനിമാ നടന്മാരിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള വീട് സെയ്ഫ് അലി ഖാന്റെ പട്ടൗഡി കൊട്ടാരമാണ്. ഇബ്രാഹിം കോടി എന്നറിയപ്പെടുന്ന ഈ കൊട്ടാരം ഹരിയാനയിലെ ഗുഡ്ഗാവ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1930-ൽ പണി കഴിപ്പിച്ച ഈ കൊട്ടാരം ഏകദേശം 10 ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത്. 150 മുറികളാണ് ഇതിനുള്ളത്. 800 കോടി രൂപയോളമാണ് ഇതിൻ്റെ ഏകദേശം വില വരുന്നത്. സെയ്ഫ് അലി ഖാന്റെ കുടുംബത്തോടൊപ്പം അവധിക്കാലം ചിലവഴിക്കുന്ന പ്രധാന സ്ഥലമാണിത്. ഇത് സെയ്ഫ് അലി ഖാന്റെ പൂർവിക സ്വത്തായി കിട്ടിയതാണ്. കൂടാതെ മുംബൈയിലെ ബാദ്രയിൽ താരത്തിന് ഒന്നിലധികം വസതികളുണ്ട്. സദ്ഗുരു ശരൺ ഏകദേശം 48 കോടി രൂപ വിലമതിക്കുന്ന 4 നിലകളുള്ള വീട്, കൂടാതെ ഫോർച്യൂൺ ഹൈറ്റ്സ് ഏകദേശം 7 കോടി രൂപ വിലയുള്ള മറ്റൊരു അപ്പാർട്ട്മെന്റ്, കൂടാതെ ബാദ്രയിലെ ഹൈക്കോൺസ് റെസിഡൻസിയിലും അദ്ദേഹത്തിന് 11 കോടി രൂപ വിലമതിക്കുന്ന ഒരു ഫ്ലാറ്റ് ഉണ്ട്. കൂടാതെ സ്വിറ്റ്സർലൻഡിലും താരത്തിന് വീടുണ്ട്. ഗസ്റ്റാഡ് എന്ന പ്രശസ്തമായ ആൽപൈൻ ടൗണിൽ സെയ്ഫിന് ഒരു ആഡംബര സ്കൈ റിസോർട്ട് അഥവാ ചാലറ്റ് ഉണ്ട്. ശൈത്യകാല അവധി ആഘോഷിക്കാൻ കുടുംബത്തോടൊപ്പം ഉപയോഗിക്കുന്ന ഈ വീടിന്റെ മൂല്യം ഏകദേശം 33 കോടി രൂപയാണ്. കൂടാതെ ഖത്തറിലും സെയ്ഫ് അലി ഖാന് സ്വന്തമായ വീടുണ്ട്. ഖത്തറിലെ പേൾ ദ്വീപിലുള്ള പ്രശസ്തമായ സെന്റ് റെജിസ് റെസിഡൻസിൽ താരത്തിനൊരു വീടുണ്ട്. ഇവ കൂടാതെ നിരവധി റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളും മറ്റു വീടുകളും സെയ്ഫ് അലി ഖാന് സ്വന്തമായുണ്ട്. സെയ്ഫ് അലി ഖാന്റെ പ്രധാന വരുമാന സ്രോതസ്സുകൾ സിനിമ അഭിനയം കൂടാതെ സിനിമ നിർമ്മാണം, പരസ്യങ്ങൾ, ബ്രാൻഡ് പ്രൊമോഷനുകൾ, ഉദ്ഘാടനങ്ങൾ, കൂടാതെ നിരവധി ബിസിനസ് സംരംഭങ്ങളും താരത്തിനുണ്ട്. മിന്ത്രയുമായി ചേർന്ന് ഹൗസ് ഓഫ് പട്ടൗഡി എന്ന പേരിൽ വസ്ത്ര ബ്രാൻഡും റെസ്റ്റോറന്റ് ശൃംഖലകളും സെയ്ഫ് അലി ഖാനുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ 9ാം സ്ഥാനത്തുള്ള നടനാണ് തെലുങ്ക് സൂപ്പർ താരമായിട്ടുള്ള രാം ചരൺ. രാം ചരണിന്റെ ആകെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 1300 കോടി രൂപ മുതൽ 1400 കോടി രൂപ വരെയാണ്. സിനിമ അഭിനയം കൂടാതെയുള്ള രാം ചരണിന്റെ മറ്റ് വരുമാന സ്രോതസ്സുകൾ കൊനിഡേല പ്രൊഡക്ഷൻ കമ്പനി, വി മെഗാ പിക്ചേഴ്സ് എന്നീ പ്രൊഡക്ഷൻ ഹൗസുകൾ താരത്തിന് സ്വന്തമായുണ്ട്. കൂടാതെ ഹൈദരാബാദ് പോളോ റൈഡിംഗ് ക്ലബ്ബും താരത്തിനുണ്ട്. ഇവ കൂടാതെ ഭാര്യ ഉപാസനയുടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിൽ രാം ചരണിന് വലിയൊരു ഓഹരി പങ്കാളിത്തവുമുണ്ട്. കൂടാതെ പരസ്യങ്ങൾ, ബ്രാൻഡ് പ്രൊമോഷനുകൾ, ഉദ്ഘാടനങ്ങൾ തുടങ്ങിയവയിലൂടെയും താരം വരുമാനം കണ്ടെത്തുന്നുണ്ട്. കൂടാതെ താരത്തിന് നിരവധി ആഡംബര വസതികളുണ്ട്. ഹൈദരാബാദിലെ പോഷ് ഏരിയയായ ജൂബിലി ഹിൽസിൽ 30 കോടിയിലധികം വിലമതിക്കുന്ന 25,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു ബംഗ്ലാവിലാണ് താരം താമസിക്കുന്നത്. നിരവധി ആഡംബര വാഹനങ്ങളും രാംചരണിനുണ്ട്. താരത്തിന്റെ പ്രധാന ആഡംബര വാഹനങ്ങൾ 7.5 കോടി രൂപ വിലമതിക്കുന്ന റോൾസ് റോയ്സ് സ്പെക്ടർ, 4 കോടി രൂപ വിലമതിക്കുന്ന മേഴ്സിഡസ് മെയ്ബാക്ക് GLS 600, 3.50 കോടി രൂപ വിലമതിക്കുന്ന ഫെരാരി പോർട്ടോഫിനോ, 3.2 കോടി രൂപ വിലമതിക്കുന്ന ആസ്റ്റൺ
മാർട്ടിൻ വാൻഡാക് V8, 2.75 കോടി രൂപ വിലമതിക്കുന്ന റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി, 1.75 കോടി രൂപ വിലമതിക്കുന്ന BMW 7 സീരീസ്, 1 കോടി രൂപ വിലമതിക്കുന്ന മേഴ്സിഡസ് ബെൻസ് GLE 450 AMG, 2 മുതൽ 2.5 കോടി രൂപ വരെ വിലമതിക്കുന്ന ലെക്സസ് LM തുടങ്ങിയവയാണ് താരത്തിന്റെ പ്രധാന ആഡംബര വാഹനങ്ങൾ. ഈ ഒരു ലിസ്റ്റിൽ 8ാം സ്ഥാനത്തുള്ളത് തെലുങ്ക് സൂപ്പർ താരമായിട്ടുള്ള മെഗാസ്റ്റാർ ചിരഞ്ജീവിയാണ്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ധനികനായ താരങ്ങളിൽ ഒരാളാണ് ചിരഞ്ജീവി. ശിവശങ്കര വരപ്രസാദിൽ നിന്നും ഇന്നത്തെ ചിരഞ്ജീവി ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ടോളിവുഡിലെ കിരീടം വയ്ക്കാത്ത രാജാവ് തന്നെയാണ്. കാരണം ഒരു സാധാരണ ഇൻഡസ്ട്രിയെ ഇന്ന് കാണുന്ന രീതിയിൽ ലോകോത്തര ലെവലിലേക്ക് എത്തിക്കുന്നതിൽ ചിരഞ്ജീവിയുടെ പങ്ക് ചെറുതല്ല. അതുവരെ കാണാത്ത സ്റ്റൈലും സാഗുമായിരുന്നു ചിരഞ്ജീവി സിനിമകളിലൂടെ പ്രേക്ഷകർ ആസ്വദിച്ചത്. 1978 റിലീസ് ചെയ്ത പ്രാണം കരീതു എന്ന സിനിമയിലൂടെയാണ് ചിരഞ്ജീവി അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. യാതൊരു സിനിമാ പാരമ്പര്യവുമില്ലാത്ത ഒരു സാധാ കോൺസ്റ്റബിളിന്റെ മകൻ എങ്ങനെ ഇത്രയും വലിയ അംഗീകാരങ്ങൾ നേടിയെന്നത് അത്ഭുതമാണ്. അദ്ദേഹത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് എല്ലാ നേട്ടങ്ങൾക്കും പിന്നിൽ. ഇന്ന് ടോളിവുഡിലെ ഏറ്റവും വലിയ സിനിമാ കുടുംബമാണ് കൊനിഡല. മകൻ രാംചരണും മരുമകൻ അല്ലു അർജുനും സഹോദരൻ പവൻ കല്യാണും അങ്ങനെ എല്ലാവരും സിനിമയിൽ തന്നെ സജീവമായി പ്രവർത്തിക്കുന്നു. ആദ്യമായി 1 കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ താരമാണ് ചിരഞ്ജീവി. ഒരു ഇംഗ്ലീഷ് മാഗസീനിൽ ചിരഞ്ജീവിയുടെ ചിത്രം കവർ ഫോട്ടോയായിട്ട് വന്നിരുന്നു. അമിതാഭ് ബച്ചനേക്കാൾ പ്രതിഫലം വാങ്ങുന്ന നായകനെന്നായിരുന്നു ആ മാഗസീനിൽ എഴുതിയിരുന്നത്. ആഡംബര വീടുകൾ, കാറുകൾ, ഫാം ഹൗസുകൾ അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടികൾ ചിരഞ്ജീവിക്ക് സ്വന്തമായുണ്ട്. ജൂബിലി ഹിൽസിൽ 50 കോടിയോളം വിലമതിക്കുന്ന ഒരു ആഡംബര വീട് ചിരഞ്ജീവിക്കുണ്ട്. കൂടാതെ ബാംഗ്ലൂരിൽ ഒരു ഫാം ഹൗസ് ഉണ്ട്. ചെന്നൈയിൽ മറ്റൊരു വീടുണ്ട്. കൂടാതെ നിരവധി ആഡംബര കാറുകളും താരത്തിനുണ്ട്. 10 മുതൽ 11 കോടി രൂപയോളം വിലമതിക്കുന്ന റോൾസ് റോയ്സ് ഫാൻറ്റം, 2.75 കോടി രൂപ വില വരുന്ന റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി, ടൊയോട്ട ലാൻഡ് ക്രൂയിസർ, 1 കോടി രൂപയോളം വില വരുന്ന ടൊയോട്ട വെൽഫെയർ തുടങ്ങിയ നിരവധി കാറുകൾ താരത്തിന് സ്വന്തമായുണ്ട്. കൂടാതെ സ്വന്തമായൊരു പ്രൈവറ്റ് ജെറ്റും താരത്തിനുണ്ട്. സ്വന്തമായി പ്രൈവറ്റ് ജെറ്റുള്ള ചുരുക്കം ചില താരങ്ങളിൽ ഒരാളാണ് ചിരഞ്ജീവി. ചിരഞ്ജീവിയുടെ ആകെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് 1650 കോടി രൂപയോളമാണ്. ഒരു സിനിമയ്ക്കായി താരം 60 കോടി രൂപ വരെ പ്രതിഫലമായി ഈടാക്കുന്നുണ്ട്. സിനിമ അഭിനയം കൂടാതെയുള്ള മറ്റ് വരുമാന സ്രോതസ്സുകൾ സിനിമ നിർമ്മാണം, ബിസിനസ് സംരംഭങ്ങൾ, ബ്രാൻഡ് പ്രമോഷനുകൾ, ഉദ്ഘാടനങ്ങൾ, പരസ്യങ്ങൾ എന്നിവയാണ്. ഈ ഒരു ലിസ്റ്റിൽ 7ാം സ്ഥാനത്തുള്ള താരമാണ് ആമിർ ഖാൻ. ബോളിവുഡിലെ മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്നറിയപ്പെടുന്ന ആമിർ ഖാൻ വെള്ളിത്തിരയിൽ മാത്രമല്ല സാമ്പത്തിക കാര്യത്തിലും തൻ്റെ കൃത്യത നിലനിർത്തുന്ന വ്യക്തിയാണ്. 3 പതിറ്റാണ്ടിലേറെ നീണ്ട സിനിമാ ജീവിതത്തിലൂടെ 1862 മുതൽ 2000 കോടി രൂപ വരെ ആസ്തിയുള്ള ഒരു വൻ സാമ്രാജ്യമാണ് അദ്ദേഹം കെട്ടിപ്പടുത്തിരിക്കുന്നത്. ഒരു സിനിമയ്ക്കായി വർഷങ്ങൾ ചിലവിടുന്ന ആമിർ തൻ്റെ കഠിനാധ്വാനത്തിന് അനുസരിച്ചുള്ള പ്രതിഫലവും ആഡംബരവുമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളാണ് ആമിർ ഖാൻ ഉള്ളത്. മുംബൈയിലെ കടൽ തീരത്തെ ഡൂപ്ലക്സ്, ബാദ്രയിലെ പാലി ഹില്ലിൽ 5000 ചതുരശ്ര അടിയിൽ വ്യാപിച്ചു കിടക്കുന്ന ആഡംബര വീടാണ് ആമിർ ഖാന്റെ പ്രധാന വസതി. ഏകദേശം 60 കോടി രൂപ വിലമതിക്കുന്ന ഈ വീട്ടിലാണ് താരത്തിന്റെ ഓഫീസും പ്രവർത്തിക്കുന്നത്. കൂടാതെ ഹോളിവുഡ് താരങ്ങൾക്കൊപ്പം കാലിഫോർണിയയിലെ ബെവർലി ഹില്ലിൽ ആമിർ ഖാന് 75 കോടിയോളം രൂപ വിലമതിക്കുന്ന ഒരു വസതിയുണ്ട്. ഇതുകൂടാതെ മഹാരാഷ്ട്രയിലെ പഞ്ചഗണിയിൽ പ്രകൃതി രമണീയമായ 2 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ആമിർ ഖാന്റെ ഫാം ഹൗസിന് 7 കോടി രൂപയോളമാണ് വില വരുന്നത്. കൂടാതെ ആമിർ ഖാന്റെ ജന്മനാടായ ഉത്തർപ്രദേശിലെ ഹർദോയിൽ ഏക്കറുകളോളം കൃഷിഭൂമിയും തറവാട് വീടുകളും ആമിർ ഖാനുണ്ട്. കൂടാതെ നിരവധി ആഡംബര വാഹനങ്ങളും താരത്തിന് സ്വന്തമായുണ്ട്. ആമിർ ഖാന്റെ ആഡംബര വാഹനങ്ങൾ 10.5 കോടി രൂപ വിലമതിക്കുന്ന ബുള്ളറ്റ് പ്രൂഫ് മേഴ്സിഡസ് ബെൻസ് S600 ഗാർഡ്, 7 കോടി രൂപ വിലമതിക്കുന്ന റോൾസ് റോയ്സ് ഗോസ്റ്റ്, 3.5 കോടി രൂപ വിലമതിക്കുന്ന ബെൻലി കോണ്ടിനെന്റൽ GT, 1.33 കോടി രൂപ വിലമതിക്കുന്ന ടൊയോട്ട വെൽഫെയർ, 2.5 കോടി രൂപ വിലമതിക്കുന്ന ലെക്സസ് LM, 2.26 കോടി രൂപ വിലമതിക്കുന്ന റേഞ്ച് റോവർ വോഗ്, കൂടാതെ ദൈനംദിന ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ടൊയോട്ട ഫോർച്യൂണർ എന്നിവയാണ് താരത്തിന്റെ പ്രധാന ആഡംബര വാഹനങ്ങൾ. ഒരു സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് ആമിർ ഖാൻ. ലാഭവിഹിതം കൂടി ഉൾപ്പെടുത്തിയാൽ ഒരു സിനിമയിൽ നിന്ന് 100 കോടി മുതൽ 275 കോടി രൂപ വരെ അദ്ദേഹം സമ്പാദിക്കുന്നുണ്ട്. ദംഗൽ എന്ന ഒറ്റ സിനിമയിലൂടെ അദ്ദേഹം നേടിയത് 275 കോടി രൂപയാണെന്നത് ചരിത്രമാണ്. ബ്രാൻഡ് എൻഡോഴ്സ്മെന്റുകൾക്കായി 5 മുതൽ 12 കോടി രൂപ വരെയാണ് താരം ഈടാക്കുന്നത്. സിനിമ അഭിനയം കൂടാതെയുള്ള ആമിർ ഖാന്റെ മറ്റ് വരുമാന സ്രോതസ്സുകൾ സിനിമാ നിർമ്മാണം, പരസ്യങ്ങൾ, ബ്രാൻഡ് പ്രമോഷനുകൾ, മറ്റ് ബിസിനസ് സംരംഭങ്ങൾ, നിക്ഷേപങ്ങൾ എന്നിവയിലൂടെയാണ്.
ഈ ഒരു ലിസ്റ്റിൽ 6ാം സ്ഥാനത്തുള്ള നടനാണ് അക്ഷയ് കുമാർ. ഒട്ടേറെ ബോളിവുഡ് ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച താരമാണ് അക്ഷയ് കുമാർ. താരത്തിന്റെ ആകെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 2500 മുതൽ 2700 കോടി രൂപ വരെയാണ്. ഒരു സിനിമയ്ക്കായി അക്ഷയ് കുമാർ ഈടാക്കുന്ന പ്രതിഫലം 70 കോടി മുതൽ 150 കോടി രൂപ വരെയാണ്. നിരവധി ആഡംബര വാഹനങ്ങൾ താരത്തിന് സ്വന്തമായുണ്ട്. ജൂഹു മുംബൈയിലെ താരത്തിന്റെ ബംഗ്ലാവിന്റെ മാത്രം മൂല്യം 80 കോടി രൂപയോളമാണ്. ഇത് അദ്ദേഹം കുടുംബമായി താമസിക്കുന്ന പ്രധാന വസതിയാണ്. ഈ ബംഗ്ലാവിന് പുറമെ ഗോവയിലും അദ്ദേഹത്തിന് ആഡംബര വസതിയുണ്ട്. കൂടാതെ മൗറീഷ്യസിൽ ബീച്ചിനരികെ വില്ലയും കാനഡയിലെ ടൊറന്റോയിൽ സ്വന്തം ഉടമസ്ഥതയിലുള്ള ഒരു കുന്നിൽ ഒന്നിലേറെ വീടുകളും സ്വന്തമായി ഉണ്ട്. സിനിമാ താരം എന്നതിലുപരി നല്ലൊരു ബിസിനസ്സുകാരൻ കൂടിയാണ് അക്ഷയ് കുമാർ. 2023 തുടങ്ങിയ മുൻനിര ഇ-കൊമേഴ്സ് ഫാഷൻ ബ്രാൻഡായ ഫോഴ്സ് 9ന്റെ സഹസ്ഥാപകനാണ് അക്ഷയ് കുമാർ. മികച്ച ഫിറ്റ്നസ് അറ്റ്ലീഷർ വസ്ത്രങ്ങളാണ് ഫോഴ്സ് 9 ലഭ്യമാക്കുന്നത്. ലണ്ടൻ ആസ്ഥാനമായുള്ള കൽസ വാരിയേഴ്സ് എന്ന കബഡി ടീമിലും അക്ഷയ് കുമാറിന് നിക്ഷേപമുണ്ട്. കൂടാതെ ജൈവകൃഷിയുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പായ 2 ബ്രദേഴ്സ് ഓർഗാനിക് ഫാംസിലും അക്ഷയ് കുമാറിന് നിക്ഷേപമുണ്ട്. കൂടാതെ ഫാഷൻ എൻ്റർപ്രണർ ഫണ്ട് എന്ന സ്ഥാപനത്തിലും അക്ഷയ് കുമാറിന് നിക്ഷേപമുണ്ട്. മികച്ചൊരു സിനിമാ നിർമ്മാതാവ് കൂടിയാണ് അക്ഷയ് കുമാർ. കേപ്പ് ഓഫ് ഗുഡ് ഫിലിംസ് എന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രൊഡക്ഷൻ കമ്പനി റസ്തം, സൂര്യവംശി, ഗുഡ് ന്യൂസ്, പാട്ട്മാൻ തുടങ്ങിയ ഒട്ടേറെ നല്ല സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഒരു വാഹനപ്രേമി കൂടിയായ അക്ഷയ് കുമാറിന് നിരവധി ആഡംബര വാഹനങ്ങൾ സ്വന്തമായുണ്ട്. 10 കോടി രൂപ വിലയുള്ള റോൾസ് റോയ്സ് ഫാൻറ്റം 7, 1.3 കോടി രൂപ വിലയുള്ള മേഴ്സിഡസ് ബെൻസ് GLS, 8 കോടി രൂപ വിലയുള്ള ബെൻലി കോണ്ടിനെൻ്റൽ ഫ്ലൈയിങ് സ്പർ, 1.4 കോടി രൂപ വിലയുള്ള മേഴ്സിഡസ് ബെൻസ് വി ക്ലാസ് എന്നിവയാണ് താരത്തിൻ്റെ പ്രധാന ആഡംബര വാഹനങ്ങൾ. സിനിമ അഭിനയം കൂടാതെയുള്ള അക്ഷയ് കുമാറിൻ്റെ മറ്റു വരുമാന സ്രോതസ്സുകൾ സിനിമാ നിർമ്മാണം, പരസ്യങ്ങൾ, ബ്രാൻഡ് പ്രമോഷനുകൾ, ഉദ്ഘാടനങ്ങൾ, ബിസിനസ് സംരംഭങ്ങൾ കൂടാതെയുള്ള നിക്ഷേപങ്ങൾ എന്നിവയിലൂടെയാണ്. ഈ ഒരു ലിസ്റ്റിൽ 5ാം സ്ഥാനത്തുള്ള താരമാണ് ബോളിവുഡ് നടനായ ഹൃതിക് റോഷൻ. ഹൃതിക്കിന്റെ ആകെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 3100 കോടി രൂപയോളമാണ്. 100 കോടി രൂപയോളമാണ് ഹൃതിക് റോഷൻ ഒരു സിനിമയ്ക്ക് പ്രതിഫലമായി ഈടാക്കുന്നത്. സിനിമ അഭിനയം കൂടാതെയുള്ള താരത്തിന്റെ മറ്റു വരുമാന സ്രോതസ്സുകൾ സിനിമാ നിർമ്മാണം, പരസ്യങ്ങൾ, ബ്രാൻഡ് പ്രമോഷനുകൾ, റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ കൂടാതെയുള്ള മറ്റ് ബിസിനസ് സംരംഭങ്ങൾ എന്നിവയിലൂടെയാണ്. ഹൃതിക് റോഷന്റെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം HRX എന്ന അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് ബ്രാൻഡിൽ നിന്നാണ്. നിലവിൽ ഏതാണ്ട് 7300 കോടി രൂപ മൂല്യമുള്ളതാണ് ഈ ബ്രാൻഡ്. കൂടാതെ കോടികൾ വിലമതിക്കുന്ന നിരവധി ആഡംബര വസതികളും ഹൃതിക് റോഷന് സ്വന്തമായുണ്ട്. മുംബൈയിലെ ജൂഹുവിലുള്ള 38,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കൂറ്റൻ വസതിയിലാണ് ഹൃതിക് റോഷൻ താമസിക്കുന്നത്. 2 വലിയ അപ്പാർട്ട്മെന്റുകൾ കൂട്ടിയോജിപ്പിച്ചൊരുക്കിയ ഈ സ്കൈ വില്ലയ്ക്ക് ഏകദേശം 100 കോടി രൂപയാണ് ചെലവായതെന്നാണ് ഇക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. 14, 15, 16 നിലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ വീട്ടിൽ നിന്ന് അറബിക്കടലിന്റെ മനോഹരമായ കാഴ്ച ആസ്വദിക്കാനാകും. ഒരു ഹോം തിയേറ്റർ, സ്വകാര്യ ജിം, മക്കൾക്കായി ഒരു ചോക്ലേറ്റ് വെൻഡിംഗ് മെഷീൻ എന്നിവയും ഇവിടെയുണ്ട്. കൂടാതെ ലോണാവാലയിൽ 7 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഫാം ഹൗസും ഹൃതിക് റോഷനുണ്ട്. ഏകദേശം 33 കോടി രൂപ വിലമതിക്കുന്ന ഈ വില്ലയിൽ നീന്തൽക്കുളവും ജൈവകൃഷിത്തോട്ടവുമുണ്ട്. കൂടാതെ ജൂഹുവിലും അന്തേരിയിലുമുള്ള വാണിജ്യ കെട്ടിടങ്ങളിൽ ഹൃതിക്കിനും പിതാവ് രാകേഷ് റോഷനും ചേർന്ന് 55 കോടി രൂപയുടെ നിക്ഷേപം നടത്തിയതായി മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു. വലിയ കമ്പനികൾക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുന്ന ഈ കെട്ടിടങ്ങൾ ഹൃതിക്കിന് സ്ഥിരവരുമാനം ഉറപ്പാക്കുന്നു. ഇവ കൂടാതെ ബാംഗ്ലൂരിലും ദുബായിലെ പാം ജുമൈറയിലും ഹൃതിക്കിന് ആഡംബര വസതികളുണ്ട്. കൂടാതെ നിരവധി ആഡംബര വാഹനങ്ങൾ ഹൃതിക് റോഷനുണ്ട്. 8 കോടി രൂപ വിലമതിക്കുന്ന റോൾസ് റോയ്സ് ഗോസ്റ്റ് സീരീസ്, 4 കോടി രൂപ വിലമതിക്കുന്ന അസ്റ്റൺ മാർട്ടിൻ റാപ്പിഡസ്, 4 കോടി രൂപ വിലമതിക്കുന്ന ലാൻഡ് റോവർ റേഞ്ച് റോവർ, 4 കോടി രൂപ വിലമതിക്കുന്ന മേഴ്സിഡസ് ബെൻസ് മെയ്ബാക്ക് S600, 1.2 കോടി രൂപ വിലമതിക്കുന്ന പോർഷെ കായൻ ടർബോ, 1 കോടി രൂപ വിലമതിക്കുന്ന ഫോർഡ് മസ്താങ്, 2 കോടി രൂപ വിലമതിക്കുന്ന ഫെരാരി 360 മോഡേന, ഏകദേശം 45 ലക്ഷം രൂപ വിലമതിക്കുന്ന മിനി കൂപ്പർ S കൺവെർട്ടബിൾ എന്നിവയാണ് താരത്തിന്റെ വാഹന ശേഖരത്തിലുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ 4ാം സ്ഥാനത്തുള്ളത് ബോളിവുഡിലെ സൂപ്പർ താരമായിട്ടുള്ള സൽമാൻ ഖാൻ ആണ്. സൽമാൻ ഖാന്റെ ആകെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 2900 കോടി മുതൽ 3325 കോടി രൂപ വരെയാണ്. സൽമാൻ ഖാൻ ഒരു സിനിമയ്ക്ക് 100 മുതൽ 150 കോടി വരെയാണ് പ്രതിഫലം ഈടാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇവ കൂടാതെയുള്ള സൽമാൻ ഖാന്റെ മറ്റ് വരുമാന സ്രോതസ്സുകൾ ബ്രാൻഡ് എൻഡോഴ്സ്മെന്റുകൾ, ബിഗ് ബോസ് ഷോയിലെ അവതാരക വേഷം, റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ, ബിസിനസ്സുകൾ, പരസ്യങ്ങൾ എന്നിവയിലൂടെയാണ്. ബിഗ് ബോസ് ഷോയിലെ 18ാം സീസൺ അവതരിപ്പിച്ചതിന് 250 കോടി രൂപയാണ് താരത്തിന് പ്രതിഫലമായി നൽകിയത്. ബ്രാൻഡ് എൻഡോഴ്സ്മെന്റുകൾക്കായി 60 കോടി രൂപയാണത്രേ താരത്തിന് പ്രതിഫലം നൽകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. നിരവധി ആഡംബര വസതികൾ സൽമാൻ ഖാൻ ഉണ്ട്. മുംബൈയിലെ ബാന്ദ്രയിലെ ഗാലക്സി അപ്പാർട്ട്മെന്റിലാണ് അദ്ദേഹം വർഷങ്ങളായി താമസിക്കുന്നത്.
കടലിന് അഭിമുഖമായുള്ള ഈ സ്ഥലത്തിന് ഏകദേശം 100 കോടി രൂപ വിലമതിക്കും. കൂടാതെ മുംബൈയിലെ വർലി, കാർട്ടർ റോഡ് എന്നിവിടങ്ങളിലും അദ്ദേഹത്തിന് ആഡംബര വീടുകളുണ്ട്. കൂടാതെ ദുബായിലെ ബൂർജ് പസിഫിക് ടവേഴ്സ്, ദ അഡ്രസ് ഡൗൺ ടൗൺ എന്നിവിടങ്ങളിലും സൽമാൻ ഖാന് അപ്പാർട്ട്മെന്റുകളുണ്ട്. ഇവ കൂടാതെ 150 ഏക്കറിലായി പരന്നുകിടക്കുന്ന വിശാലമായ ഒരു ഫാം ഹൗസ് അദ്ദേഹത്തിനുണ്ട്. അർപ്പിത ഫാം ഹൗസ് എന്നറിയപ്പെടുന്ന പൻവേൽ ഫാം ഹൗസ്. 80 കോടി രൂപയിൽ നിർമ്മിച്ച ഈ പ്രോപ്പർട്ടിയിൽ ഒരു സ്വകാര്യ ജിം, നീന്തൽക്കുളം, മൃഗങ്ങളുടെ ഷെൽട്ടർ, മൃഗസംരക്ഷണ കേന്ദ്രം എന്നിവയുണ്ട്. ഖാൻ കുടുംബത്തിന്റെ കുടുംബസംബന്ധമായ എല്ലാ ഒത്തുചേരലുകളും ഇവിടെയാണ് നടക്കാറുള്ളത്. നിരവധി ആഡംബര വാഹനങ്ങളും സൽമാൻ ഖാൻ ഉണ്ട്. റേഞ്ച് റോവർ, വോഗ്, ലെക്സസ് LX 470, മെഴ്സിഡസ് ബെൻസ്, ഓഡി, ടൊയോട്ട ലാൻഡ് ക്രൂയിസർ എന്നിവയ്ക്കൊപ്പം ബുള്ളറ്റ് പ്രൂഫ് നിസാൻ പെട്രോൾ SUV കൂടി അദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. കൂടാതെ 3 കോടി വിലമതിക്കുന്ന യാട്ടും സൽമാൻ ഖാന്റെ ഉടമസ്ഥതയിലുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ 3-ാം സ്ഥാനത്തുള്ള താരമാണ് ബോളിവുഡിന്റെ ബിഗ് ബി എന്നറിയപ്പെടുന്ന അമിതാഭ് ബച്ചൻ. താരത്തിന്റെ ആകെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 3100 കോടി രൂപ മുതൽ 3600 കോടി രൂപ വരെയാണ്. ഒരു സിനിമയ്ക്ക് 5 മുതൽ 10 കോടി രൂപ വരെയാണ് അമിതാഭ് ബച്ചൻ ഈടാക്കുന്നത്. കൂടാതെ പരസ്യങ്ങൾക്ക് 5 മുതൽ 8 കോടി രൂപ വരെയും അദ്ദേഹം ഈടാക്കുന്നു. സിനിമ അഭിനയം കൂടാതെയുള്ള അമിതാഭ് ബച്ചന്റെ മറ്റ് വരുമാന സ്രോതസ്സുകൾ പരസ്യങ്ങൾ, ബ്രാൻഡ് പ്രൊമോഷനുകൾ, റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ, ബിസിനസ് സംരംഭങ്ങൾ എന്നിവയാണ്. കോടികൾ വിലമതിക്കുന്ന നിരവധി ആഡംബര വസതികളും അമിതാഭ് ബച്ചനുണ്ട്. മുംബൈയിലെ VL മെഹ്ത റോഡിൽ സ്ഥിതി ചെയ്യുന്ന ജൽസ ബച്ചൻ കുടുംബത്തിന്റെ പ്രധാന വസതിയാണ്. 100 മുതൽ 120 കോടി രൂപ വരെയാണ് ഈ ബംഗ്ലാവിന്റെ മൂല്യം കണക്കാക്കുന്നത്. മറ്റൊരു വീടാണ് പ്രതീക്ഷ. അമിതാഭ് ബച്ചൻ മുംബൈയിൽ ആദ്യം വാങ്ങിയ വീടാണിത്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ താമസിച്ചിരുന്ന ഈ വീടിന് വലിയ വൈകാരിക പ്രാധാന്യമുണ്ട്. ഏകദേശം 50 കോടി രൂപ വിലമതിക്കുന്ന ഈ ബംഗ്ലാവ് പിന്നീട് മകൾ ശ്വേതാനന്ദയ്ക്ക് സമ്മാനമായി അദ്ദേഹം നൽകി. മറ്റൊരു വീടാണ് ജനക്ക്. ജൽസയ്ക്ക് തൊട്ടടുത്തുള്ള ഈ ബംഗ്ലാവ് ഓഫീസ് ആവശ്യങ്ങൾക്കും അതിഥികൾക്കുമായി ഉപയോഗിക്കുന്നു. ഇതിന്റെ മൂല്യം ഏകദേശം 50 കോടി രൂപയാണ് വിലമതിക്കുന്നത്. മറ്റൊരു വീടാണ് വത്സ. ചെറിയൊരു പ്രോപ്പർട്ടിയായ ഇത് സിറ്റി ബാങ്കിന് വാടകയ്ക്ക് നൽകിയിരിക്കുകയാണ്. കൂടാതെ മുംബൈക്ക് പുറത്ത് ഫ്രാൻസിലെ ബ്രിക്നോഗൻ പ്ലാഷ് എന്ന സ്ഥലത്ത് അദ്ദേഹത്തിനൊരു വില്ലയുണ്ട്. കൂടാതെ കോടികൾ വിലമതിക്കുന്ന നിരവധി ആഡംബര വാഹനങ്ങൾ അമിതാഭ് ബച്ചനുണ്ട്. റോൾസ് റോയ്സ്, ഫാൻറ്റം, ബെന്റ്ലി, കോണ്ടിനെന്റൽ GT, ലാൻഡ് റോവർ, ഡിഫൻഡർ, മെഴ്സിഡസ് ബെൻസ് S ക്ലാസ്, ടൊയോട്ട ലാൻഡ് ക്രൂയിസർ, കൂടാതെ ലെക്സസ് LX 570 എന്നിവയാണ് അദ്ദേഹത്തിന്റെ വാഹനങ്ങൾ. ഈ ഒരു ലിസ്റ്റിൽ 2-ാം സ്ഥാനത്തുള്ള താരമാണ് തെലുങ്ക് സൂപ്പർ താരമായിട്ടുള്ള നാഗാർജുന അക്നേനി. താരത്തിന്റെ ആകെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 3000 കോടി മുതൽ 5000 കോടി രൂപ വരെയാണ്. നാഗാർജുന ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം 20 കോടി മുതൽ 30 കോടി രൂപ വരെയാണ്. സിനിമ അഭിനയം കൂടാതെയുള്ള താരത്തിന്റെ മറ്റ് വരുമാന സ്രോതസ്സുകൾ തെലുങ്ക് ബിഗ് ബോസ് ഷോ പോലെയുള്ള ടെലിവിഷൻ പരിപാടികൾ, പരസ്യങ്ങൾ, ബ്രാൻഡ് പ്രൊമോഷനുകൾ, ബിസിനസ് സംരംഭങ്ങൾ, നിക്ഷേപങ്ങൾ തുടങ്ങിയവയിലൂടെയാണ്. ഹൈദരാബാദിലെ പ്രശസ്തമായ അന്നപൂർണ സ്റ്റുഡിയോസിന്റെ ഓണറാണ് നാഗാർജുന. കൂടാതെ ഫിലിം സ്കൂളുകൾ, റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ, കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോൾ ടീമിലെ ഓഹരികൾ എന്നിവയും അദ്ദേഹത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകളാണ്. കൂടാതെ മുൻപ് മാറ്റ് TV ചാനലിന്റെ പ്രധാന ഓഹരിയുടമയായിരുന്നു നാഗാർജുന. പിന്നീട് ചാനൽ സ്റ്റാർ ഗ്രൂപ്പിന് വിറ്റതോടെ മികച്ച നേട്ടം താരം സ്വന്തമാക്കി. അന്നപൂർണ സ്റ്റുഡിയോസ് എന്നാണ് നാഗാർജുനയുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ പേര്. ഇതുകൂടാതെ എൻട്രി റിയൽ എന്റർപ്രൈസസ് എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനിയും താരത്തിനുണ്ട്. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തിന് പേരുകേട്ട നടനാണ് നാഗാർജുന. ഹൈദരാബാദിലെ താരത്തിന്റെ കൊട്ടാര സമാനമായ ബംഗ്ലാവിന്റെ മൂല്യം ഏകദേശം 45 കോടി രൂപയോളമാണ്. നാഗാർജുനയുടെ റിയൽ എസ്റ്റേറ്റ് ആസ്തി മാത്രം ഏകദേശം 900 കോടി രൂപയ്ക്ക് മുകളിൽ വരും. കൂടാതെ കോടികൾ വിലമതിക്കുന്ന നിരവധി ആഡംബര വാഹനങ്ങളും താരത്തിനുണ്ട്. നാഗാർജുനയുടെ വാഹനങ്ങൾ ഇവയാണ്: 8.2 കോടി രൂപ വിലമതിക്കുന്ന റോൾസ് റോയ്സ് കള്ളിനൻ, 3.09 കോടി രൂപ വിലമതിക്കുന്ന ലെക്സസ് LM 350H, 2 കോടി രൂപ വിലമതിക്കുന്ന റേഞ്ച് റോവർ വോഗ്, 2 കോടിയോളം വിലമതിക്കുന്ന BMW M6, 1.5 മുതൽ 1.89 കോടി രൂപയോളം വിലമതിക്കുന്ന BMW 7 സീരീസ്, 1.2 കോടി രൂപ വിലമതിക്കുന്ന ടൊയോട്ട വെൽഫെയർ, 1 കോടിയോളം വിലമതിക്കുന്ന ഓഡി A7, 70 ലക്ഷം രൂപയോളം വിലമതിക്കുന്ന കിയ EV6 എന്നിവയാണ് താരത്തിന്റെ പ്രധാന വാഹനങ്ങൾ. ഈ ഒരു ലിസ്റ്റിൽ 1-ാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ സിനിമയിലെ കിങ് ഖാൻ എന്നറിയപ്പെടുന്ന ഷാരൂഖ് ഖാൻ ആണ്. ഇന്ത്യൻ സിനിമാ നടന്മാരിൽ ഏറ്റവും വലിയ കോടീശ്വരൻ. ബോളിവുഡിൽ ഷാരൂഖ് ഖാന് പകരം വയ്ക്കാൻ ആരുമില്ല. ഇന്ത്യൻ സിനിമയിലെ ഒരേ ഒരു SRK ആയി തന്റെ പടുകൂറ്റൻ സാമ്രാജ്യം പടുത്തുയർത്തുകയായിരുന്നു ഷാരൂഖ് ഖാൻ. അഭിനയത്തിനപ്പുറം ഷാരൂഖ് ഖാൻ കെട്ടിപ്പടുത്തൊരു ബിസിനസ് സാമ്രാജ്യമുണ്ട്. ഷാരൂഖിനെ ശതകോടീശ്വരന്മാരുടെ പട്ടികയിൽ എത്തിച്ചതും താരത്തിന്റെ ആ ബിസിനസ് തന്ത്രങ്ങളും മാസ്റ്റർ പ്ലാനുമാണ്. സിനിമ അഭിനയത്തിന് പുറമെയുള്ള ഷാരൂഖ് ഖാന്റെ വരുമാന സ്രോതസ്സുകൾ താരത്തിന്റെ തന്നെ നിർമ്മാണ കമ്പനിയായിട്ടുള്ള റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റ്സിൽ നിന്നുള്ള വരുമാനം,
കൂടാതെ IPL ടീമായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലെ ഓഹരി പങ്കാളിത്തം, വമ്പൻ ബ്രാൻഡുകളുടെ പരസ്യങ്ങൾ, റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ എന്നിവയിലൂടെയും അദ്ദേഹം വരുമാനം കണ്ടെത്തുന്നുണ്ട്. ലോകമെമ്പാടും ഷാരൂഖ് ഖാന് നിരവധി റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളുണ്ട്. ബാന്ദ്രയിൽ സ്ഥിതി ചെയ്യുന്ന 200 കോടി വിലമതിക്കുന്ന മന്നത്ത് എന്ന ആഡംബര ബംഗ്ലാവിനെ കൂടാതെ ലണ്ടനിലെ പാർക്ക് ലെയ്നിൽ ഒരു ആഡംബര അപ്പാർട്ട്മെന്റ്, ഇംഗ്ലണ്ടിൽ ഒരു അവധിക്കാല വിശ്രമ കേന്ദ്രം, ബെവർലി ഹിൽസിൽ ഒരു വില്ല, ഡൽഹിയിൽ പ്രോപ്പർട്ടികൾ, അലിബാഗിൽ ഒരു ഫാം ഹൗസ്, ദുബായിൽ ബംഗ്ലാവ് എന്നിവയും ഷാരൂഖ് ഖാൻ സ്വന്തമായുണ്ട്. കൂടാതെ നിരവധി ആഡംബര വാഹനങ്ങളും ഷാരൂഖ് ഖാൻ ഉണ്ട്. 10 കോടി രൂപയോളം വിലമതിക്കുന്ന റോൾസ് റോയ്സ് കള്ളിനൻ, 9.6 കോടി രൂപ വിലമതിക്കുന്ന റോൾസ് റോയ്സ് ഫാൻറ്റം ഡ്രോപ്പ് ഹെഡ് കൂപ്പെ, 12 കോടി രൂപയോളം വില വരുന്ന ബുഗാട്ടി ബെയ്റോൺ, കൂടാതെ ബെൻലി കോണ്ടിനെൻ്റൽ GT, BMW i8, BMW 7 സീരീസ്, ഓഡി A8L, റേഞ്ച് റോവർ സ്പോർട്ട്, മിത്സുബിഷി പജീറോ തുടങ്ങിയ വാഹനങ്ങൾ താരത്തിൻ്റെ ഗാരേജിലുണ്ട്. ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് ഷാരൂഖ് ഖാൻ പ്രതിഫലമായി വാങ്ങുന്നത് 150 മുതൽ 250 കോടി രൂപ വരെയാണ്. എന്നാൽ ചില സിനിമകളിൽ ലാഭവിഹിതമാണ് താരം വാങ്ങാറുള്ളത്. ഇന്ത്യൻ സിനിമാ നടന്മാരിൽ ഏറ്റവും വലിയ സമ്പന്നനായിട്ടുള്ള ഷാരൂഖ് ഖാന്റെ ആകെ ആസ്തിയായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം 12,700 കോടി രൂപയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയുടെ കൂടെ ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. നമ്മൾ മലയാള നടന്മാരുടെ ആസ്തി സംബന്ധിച്ച ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നടിമാരുടെയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ പലരും തമിഴ് നടനും ഇപ്പോഴത്തെ CM-ഉമായിട്ടുള്ള വിജയുടെ ആസ്തി എത്രയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് തമിഴ് നടനും തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ദളപതി വിജയുടെ ആസ്തി ഏകദേശം 624 കോടി രൂപയാണ്. വിജയുടെ ആസ്തി, കാർ കളക്ഷനുകൾ, വിജയുടെ വീടുകൾ എന്നിവ സംബന്ധിച്ച ഒരു വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ കാണാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഹൈപ്പ് ചെയ്യാനറിയാമെങ്കിൽ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക.